നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. സപ്പോർട്ട് നൽകിയിരുന്നത് ഈ ഒരു ലെവല് സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷെ 600 അടുത്ത് തന്നെ നിഫ്റ്റി ബൗൺസ് ചെയ്തു. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു 600 മുകളിൽ ഇനി സസ്റ്റൈൻ ചെയ്താൽ 800 അടുത്ത് വരെ പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നിഫ്റ്റിയിലും അടുത്ത റെസിസ്റ്റൻസ് 24,675 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത് 24,675. ലോ ശ്രദ്ധിക്കുക, 24,675 സപ്പോർട്ടായിട്ട് ഇന്ന് ഫുള്ളി നിലനിർത്തിയിരുന്നത്. ശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും ക്ലോസ് ചെയ്തത് ആ റേഞ്ചിൽ തന്നെയാണ്. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും മാനേജ് ചെയ്യേണ്ട സപ്പോർട്ട് 24,660 ഈ ഒരു സപ്പോർട്ടിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. എങ്കിൽ 24,600 അടുത്ത് സ്ട്രോങ് സപ്പോർട്ടുകളുണ്ട്. 24,605, 590 ഈ ലെവൽ തൊട്ടടുത്താണ് സപ്പോർട്ട് തിരിക്കുന്നത്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത. പക്ഷെ ബൗൺസ് ചെയ്യുമ്പോൾ 605 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 705 ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 660 കൂടി താഴോട്ട് ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ് വരുന്നത്. തിരിച്ച് 730 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 780, 800 അടുത്താണ് പിന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ്. 780, 805 ഈ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിക്കണം. 805 മുകളിൽ 875 റെസിസ്റ്റൻസ്. ഇനി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 800 മുകളിലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് 600 ഈ ഒരു റേഞ്ചിൽ 545, 605 ഈ റേഞ്ചിലാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ തൊട്ടടുത്ത് സപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിഫ്റ്റിയിലെ ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് നോക്കുക. അതായത് 50,450 ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടായിരുന്നു ബൈ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട്, ഈ ഒരു ലെവലാണ് സ്ട്രോങ് സപ്പോർട്ട്. അതിനുശേഷം 50,575 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തപ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ചെറിയ ടൈം ഫ്രെയിലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തു. ഇതിന് മുകളിലായാലും എക്സാക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇല്ല. കൃത്യമായിട്ട് മാനേജ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. ബൈക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. വരും ദിവസങ്ങളിലായാലും നമുക്ക് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി 51,200 അടുത്ത് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. 51,200 അടുത്താണ് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും 50,730 സപ്പോർട്ടാണ്. 50,730 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,575 സപ്പോർട്ട്. അതിനുശേഷം 50,450 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് 50,830 മുകളിലാണ്. 50,730 മുകളിലാണ് എങ്കിൽ 830 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,500 റെസിസ്റ്റൻസ്. അതിന്റെ മുകളിൽ 51,165 ഓപ്പൺ ചെയ്യുന്ന വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 51,200 ആ റേഞ്ചിലാണെങ്കിൽ 51,165 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അടുത്തൊരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. നെറ്റ് ഫെയിൽ ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള റെന്റ് നൽകാനായിട്ട് സാധിക്കും. ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ഫിനിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക. സപ്പോർട്ടിന്റെ മുകളിലേക്ക് ഓപ്പണിംഗ് ക്യാൻഡിൽ സസ്റ്റൈൻ ചെയ്തു. ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. മാത്രമല്ല 23,160 മുകളിലേക്കും അടുത്ത ക്യാൻഡിൽ സസ്റ്റൈൻ ചെയ്തു. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് നൽകിയിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു മൊമെന്റം ഹയർ ലെവലിലേക്ക് കിട്ടിയിരുന്നു.
ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിയുടെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 23,145 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു ഓപ്പണിംഗ്, ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,60 സപ്പോർട്ട്. ഇവിടെ ഓപ്പണിംഗ് ആണ്. 23,60 താഴെ പോയാലും 60 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 145, 160. ബൈ ഓപ്പർച്യൂണിറ്റി 160 മുകളിലേക്ക് മാത്രം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത. 23,235, 255 ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ. ബൈ ഓപ്പർച്യൂണിറ്റി 255 മുകളിൽ. 255 മുകളിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്, 280 റെസിസ്റ്റൻസ് ഉണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് ട്രെൻഡ് നിലനിൽക്കാൻ വേണ്ടി സാധിക്കും. മാർക്കറ്റ് വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.